പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ലോജിസ്റ്റിക്സ് മോഡലിനെ കുറിച്ചാണ്. ലോജിസ്റ്റിക്സ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് പ്ലാനിംഗ്, മാനേജ് ആൻഡ് കൺട്രോളിംഗ് ദ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഫ്രം ദ പോയിന്റ് ഓഫ് ഒറിജിൻ ടു ദ ഫൈനൽ കസ്റ്റമർ. ഫൈനൽ കസ്റ്റമറിലേക്ക് ഒരു സാധനം എത്തുന്നത് എവിടുന്നാണ്? ഒറിജിൻ ആണ് സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ. ആ ഒറിജിൻ പോയിന്റിൽ നിന്ന് ഫൈനൽ കസ്റ്റമർക്ക് എത്തുന്നതിന്റെ ഗുഡ്സിന്റെ മൂവ്മെന്റിന്റെ പ്ലാനിങ്, മാനേജ്, അത് കൺട്രോളിങ്ങിന്റെ പ്രോസസ്സിനെ എന്ന് പറയാം ലോജിസ്റ്റിക്സ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ ഞാനൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്തു, അത് ആ ഒറിജിൻ, ആ സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതിൽ നിന്ന് ഫൈനൽ കസ്റ്റമർക്ക് എത്തുന്നതിന് ഇടയിലുള്ള അതിന്റെ പ്ലാനിങ്, അതിന്റെ മാനേജിങ്, അതിന്റെ കൺട്രോളിങ്ങിനെ എന്ത് നമ്മൾ പറയാ? ആ മൂവ്മെന്റിന്റെ കൺട്രോളിങ്, അതിന്റെ മാനേജ്, അതിന്റെ പ്ലാനിങ്ങിനെ ലോജിസ്റ്റിക്സ് എന്ന് നമ്മൾ പറയാം. ഇറ്റ് ഇൻക്ലൂഡ് വേരിയസ് ആക്ടിവിറ്റീസ് സച്ച് ആസ് ട്രാൻസ്പോർട്ടേഷൻ. വേരിയസ് ആക്ടിവിറ്റീസ് അവിടെ നടക്കും. വെയർഹൗസിംഗ്, അത് കീപ്പ് ചെയ്യണമല്ലോ. ഇൻവെന്ററി മാനേജ്മെന്റ്, പാക്കേജിംഗ്, ഡെലിവറി, ഇത് അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഇതിനിടയിൽ നടക്കുന്നുണ്ട്. ഇൻ ഇ കൊമേഴ്സ്, ലോജിസ്റ്റിക്സ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ എൻഷുറിംഗ് ദാറ്റ് പ്രൊഡക്റ്റ് റീച്ച് കസ്റ്റമേഴ്സ് ക്വിക്ലി, സേഫ്ലി ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്. കസ്റ്റമേഴ്സിന് ക്വിക്ലി ആയിട്ട്, സേഫ്ലി ആയിട്ട്, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എത്തണമെങ്കിൽ വലിയ റോള് വഹിക്കുന്നുണ്ട് ഇ കൊമേഴ്സിൽ. എഫിഷ്യന്റ് ലോജിസ്റ്റിക്സ് ഇസ് എസെൻഷ്യൽ ഫോർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് എസെൻഷ്യൽ ലോജിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി ഇൻ ഓൺലൈൻ റീറ്റെയിൽ വെർ ഫാസ്റ്റ് ആൻഡ് അക്യുറേറ്റ് ഡെലിവറി ഈസ് എക്സ്പെക്ടഡ്. ഓൺലൈൻ റീറ്റെയിൽ സിസ്റ്റത്തിൽ ഫാസ്റ്റ് ആൻഡ് അക്യുറേറ്റ് ഡെലിവറി പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ കമ്പനീസ് ഓഫൺ റിയലി ഓൺ തേർഡ് പാർട്ടി ലോജിസ്റ്റിക് പ്രൊവൈഡേഴ്സ് ലൈക്ക് ഡെലിവറി, ബ്ലൂ കാർട്ട്, ഇ-കോം. അപ്പൊ ഈ കമ്പനികൾ തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സിനെ ഏൽപ്പിക്കും. എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്നതിന് വേറൊരു പാർട്ടി ഉണ്ട്, അത് ചെയ്യുന്ന ആളുകളുണ്ട്, ഈ ഡെലിവറി ലോജിസ്റ്റിക്സ് സർവീസ് ചെയ്യുന്ന അങ്ങനത്തെ ആളുകളെ കമ്പനി ഏൽപ്പിക്കും. ഡെലിവറി, ബ്ലൂ ഡാർട്ട് പോലുള്ള. എക്സ്പ്രസ് ടു ഹാൻഡിൽ ഷിപ്പിംഗ് ആൻഡ് ഡെലിവറി, അവരോട് എന്ത് ചെയ്യും? ഷിപ്പിംഗും ഡെലിവറിയും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ചാലഞ്ചസ് ഇൻ ലോജിസ്റ്റിക്സ് മേ ഇൻക്ലൂഡ് ഡെലിവറി ഡിലേസ്, ഡാമേജ് ഗുഡ്സ്, ഹൈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. കുറെ ചലഞ്ച് ഇതിന്റെ ഇടയിൽ വഹിക്കാനുള്ളത് ഒന്ന് ഡെലിവറിക്ക് ഡിലേ വരും, ഗുഡ്സ് ഡാമേജ്, ഹൈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഇതൊക്കെ. ആൻഡ് ഡിഫിക്കൽട്ടീസ് മാനേജ് റിട്ടേൺ മാനേജ് ചെയ്യൽ വലിയ ഡിഫിക്കൽട്ടി, എസ്പെഷ്യലി റൂറൽ ഓർ റിമോട്ട് ഏരിയ. ലോജിസ്റ്റിക്സ് മോഡൽ. A logistics model refers to the framework or method used by business to manage flow of goods from sellers to buyers. സെല്ലേഴ്സിൽ നിന്നും ബയേഴ്സിന് സാധനങ്ങൾ പോകുന്നുണ്ടല്ലോ, ബിസിനസ്സിൽ നിന്നും സെല്ലേഴ്സിൽ നിന്നും ബയേഴ്സിന് പോകുന്നതിന്റെ അതിന്റെ മെത്തേഡ്, അതിന്റെ ഫ്രെയിംവർക്കിനെ എന്ത് പറയാം? ലോജിസ്റ്റിക്സ് മോഡൽ എന്ന് പറയാം. ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മാനേജ് ചെയ്യുന്നതിന്റെ മെത്തേഡിന്, അതിന്റെ ഫ്രെയിംവർക്കിനെ ലോജിസ്റ്റിക്സ് മോഡൽ. ഞാനൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ ഞാനൊരു മോഡൽ ഉണ്ടാവും, ആ മോഡലിനെ എന്ത് പറയാം? ഞാൻ ഉപയോഗിക്കുന്ന ഒരു മോഡൽ, ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ഫ്ലോ ഓഫ് ഗുഡ്സ്, അതിനെ എന്ത് പറയാം? ലോജിസ്റ്റിക്സ് മോഡൽ എന്ന് പറയാം. ഇൻ ഹൗസ് ലോജിസ്റ്റിക് മോഡൽ. ദ കമ്പനി മാനേജ് ആൾ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി ബൈ സെൽഫ്. ഒരു കമ്പനി സ്വന്തമായിട്ട് തന്നെ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി ചെയ്യാം. ഞാനൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് സാധനങ്ങൾ അതിന്റെ ഡെലിവറി സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് പറയും? ഇൻ ഹൗസ് ലോജിസ്റ്റിക്സ്. വെയർഹൗസിംഗ് ഞാൻ ചെയ്യുന്നു, പാക്കേജിംഗ് ഞാൻ ചെയ്യുന്നു, ഷിപ്പിംഗ് ഞാൻ ചെയ്യുന്നു, ആൻഡ് ഡെലിവറി. സൂട്ടബിൾ ഫോർ ലാർജ് കമ്പനി വിത്ത് സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ. സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ലാർജ് കമ്പനിക്ക് അത് സൂട്ടബിൾ. ആമസോൺ ഇൻ സം റീജിയൻ, ചില ഏരിയയിൽ ആമസോൺ അങ്ങനെ, എല്ലാ ഏരിയയിലും അങ്ങനെയല്ല. തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ്. തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ്, ദ ബിസിനസ് ഔട്ട്സോഴ്സ് ലോജിസ്റ്റിക്സ് ടു തേർഡ് പാർട്ടി കമ്പനി. ഒരു ഞാൻ നടത്തുന്ന കമ്പനിയുടെ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി വേറെ കമ്പനിനെ ഏൽപ്പിക്കുകയാണ്, അതിനെ തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് എന്ന് പറയും. ഡെലിവറി, ബ്ലൂ ഡാർട്ട്, ഇ-കോം, എക്സ്പ്രസ് ഹാൻഡിൽ, ഷിപ്പിംഗ് ആൻഡ് ഡെലിവറി. ഓക്കെ. ഡ്രോപ്പ് ഷിപ്പിംഗ് മോഡൽ. ദ സെല്ലർ ഡസന്റ് സ്റ്റോർ ഇൻവെന്ററി. സെല്ലർ എന്ത് ചെയ്യില്ല? ഇൻവെന്ററി സ്റ്റോർ ചെയ്യുന്നില്ല. ഇൻസ്റ്റെഡ് വെൻ ഓർഡർ ഈസ് പ്ലേസ്ഡ് ദ പ്രൊഡക്റ്റ് ഈസ് ഷിപ്പ്ഡ് ഡയറക്ട്ലി ഫ്രം ദ സപ്ലയർ ടു ദ കസ്റ്റമർ. ഡ്രോപ്പ് ഷിപ്പിംഗ് മോഡലിൽ സെല്ലർ എന്ത് ചെയ്യില്ല? സാധനം ഇൻവെന്ററി ചെയ്യുന്നില്ല, സൂക്ഷിക്കുന്നില്ല. ഇൻസ്റ്റെഡ് വെൻ ഓർഡർ പ്ലേസ് ചെയ്താൽ പ്രൊഡക്റ്റ് ഈസ് ഷിപ്പ്ഡ് ഡയറക്ട്ലി ഫ്രം ദ സപ്ലയർ ടു കസ്റ്റമർ. ലോ കോസ്റ്റ് ഫോർ ദ സെല്ലർ ബട്ട് ലിമിറ്റഡ് കൺട്രോൾ ഓവർ ഡെലിവറി ആൻഡ് ക്വാളിറ്റി. ഡെലിവറിയിലും ക്വാളിറ്റിയിലും ലിമിറ്റഡ് കാണും. ഒരാൾ ഓർഡർ പ്ലേസ് ചെയ്താൽ സാധനം ഉണ്ടാക്കുന്നു, വിൽക്കുന്നു. ഓക്കെ. ക്ലിക്ക് ആൻഡ് കളക്ട്. കസ്റ്റമർ ഓർഡർ ഓൺലൈൻ, പിക്ക് അപ്പ് ദ പ്രൊഡക്റ്റ് ഫ്രം ഫിസിക്കൽ സ്റ്റോർ ഓർ കളക്ഷൻ പോയിന്റ്. ഓൺലൈനിൽ സാധനങ്ങൾ കസ്റ്റമർ എന്ത് ചെയ്യുന്നു? ബുക്ക് ചെയ്യുന്നു. പിക്കപ്പ് ദ പ്രൊഡക്റ്റ് ഫ്രം ഫിസിക്കൽ സ്റ്റോറിൽ നിന്ന് അത് പിക്കപ്പ് ചെയ്യുക, ഒരു കളക്ഷൻ പോയിന്റ് എന്ന്. ക്ലിക്ക് ആൻഡ് കളക്ട്, ഓംനി ചാനൽ. കമ്പൈൻസ് ദ ബെനിഫിറ്റ് ഓഫ് ഓൺലൈൻ ഷോപ്പിംഗ് വിത്ത് ഓഫ്ലൈൻ പിക്കപ്പ്. ഓൺലൈൻ ഷോപ്പിംഗിന്റെയും ഓഫ്ലൈൻ പിക്കപ്പിന്റെയും ബെനിഫിറ്റ് ഇതിലുണ്ടാവും. ലാസ്റ്റ് മൈൽ ഡെലിവറി മോഡൽ. ഫോക്കസ് ഓൺ ദ ഫൈനൽ സ്റ്റെപ്പ് ഓഫ് ഡെലിവറി ഫ്രം ദ ലോക്കൽ ഹബ് ടു ദ കസ്റ്റമർ ഡോർ സ്റ്റെപ്പ്. Crucial for customer satisfaction includes same day, one day delivery service. Last mile delivery focus on final step of delivery ആണ്, from local hub to the customer doorstep. Local hubൽ നിന്നും customer doorstep. ഇത് crucial for customer satisfaction, വളരെ crucial ആണ്. Includes same day, one day delivery service ആയിരിക്കും. Okay. ഇനി benefit of logistics model. Improved efficiency helps in optimizing supply chain operation. Supply chain operation optimize ചെയ്യുന്നതിന് സഹായം, reducing delay and cost.
ഡിലേയും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, ഡിലേ റെഡ്യൂസ് ചെയ്യാൻ ഇത് സഹായിക്കും. ഏറ്റവും ബെസ്റ്റ് ലോജിസ്റ്റിക്സ് മോഡൽ എടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെതായ രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യും കമ്പനിയുടെ ബിസിനസ്. ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്, ഇനാബിൾ ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ ഫോർ ഇൻവെന്ററി മാനേജ്മെന്റ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് വെയർ ഹൗസിംഗ്. ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റും. ഇൻവെന്ററി എത്ര സൂക്ഷിക്കണം, ഇൻവെന്ററി മാനേജ്മെന്റ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് വെയർ ഹൗസിംഗ്. കോസ്റ്റ് റിഡക്ഷൻ, ഐഡന്റിഫൈ കോസ്റ്റ് സേവിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ റൂട്ടിംഗ്, സ്റ്റോറേജിങ് ആൻഡ് പ്രൊക്യൂർമെന്റ്. സാധനങ്ങളുടെ റൂട്ടിംഗ്, അതിന്റെ സ്റ്റോറേജ്, അതിന്റെ പ്രൊക്യൂർമെന്റിന് കോസ്റ്റ് സേവിംഗ് ഓപ്പർച്യൂണിറ്റീസ് സെലക്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഹെൽപ്സ് പ്രെഡിക്റ്റ് ഫ്യൂച്ചർ ഡിമാൻഡ്, അലോവിംഗ് ഫോർ ബെറ്റർ റിസോഴ്സ് പ്ലാനിങ്. നമുക്ക് വളരെ കൃത്യമായിട്ട് നല്ല മോഡലിംഗ്, അതിലൂടെ നമുക്ക് നമ്മളെ ഇതുവരെ ആളുകൾ പർച്ചേസ് ചെയ്തതിന്റെ ഡാറ്റ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ ഡിമാൻഡ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അലോവിംഗ് ഫോർ ബെറ്റർ റിസോഴ്സ് പ്ലാനിങ്. എൻഹാൻസ്ഡ് കസ്റ്റമർ സർവീസ്, എൻഷുർ ടൈംലി ഡെലിവർ ആൻഡ് ഇംപ്രൂവ്ഡ് സർവീസ് ലെവൽ. എൻഷുർ ടൈംലി ഡെലിവർ ആൻഡ് ഇംപ്രൂവ്ഡ് സർവീസ് ലെവൽ ഉണ്ടെങ്കിൽ കസ്റ്റമർ സർവീസ് എൻഹാൻസ് ചെയ്യാൻ സാധിക്കും. റിസ്ക് മാനേജ്മെന്റ്, സിമുലേറ്റ് ഡിഫറെന്റ് സിനാരിയോ ടു പ്രിപ്പയർ ഫോർ ഡിസ്റപ്ഷൻസ് ആൻഡ് അൺസർട്ടനിറ്റി. ഡിഫറെന്റ് സിനാരിയോയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റും. അൺസർട്ടനിറ്റി, ഡിസ്റപ്ഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മാനേജ് ചെയ്യാൻ സാധിക്കും. സസ്റ്റൈനബിലിറ്റി ഗോൾ, അസിസ്റ്റ് ഇൻ ഡിസൈനിങ് എക്കോ ഫ്രണ്ട്ലി ആൻഡ് സസ്റ്റൈനബിൾ ലോജിസ്റ്റിക് സ്ട്രാറ്റജി. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സസ്റ്റൈനബിൾ ലോജിസ്റ്റിക് സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യാനും അതിന് സഹായിക്കാനും സാധിക്കും. ഓരോ മോഡൽ. ചലഞ്ചസ് ലോജിസ്റ്റിക്സ് മോഡൽ. ലോജിസ്റ്റിക്സ് മോഡലിലെ ചലഞ്ചസ്: ഡാറ്റ അക്യുറസി ആൻഡ് അവൈലബിലിറ്റി. ഡാറ്റയുടെ അക്യുറസി, അതിന്റെ അവൈലബിലിറ്റി. ഇൻഅക്യുറേറ്റ് ഓർ ഇൻകംപ്ലീറ്റ് ഡാറ്റ ക്യാൻ ലീഡ്സ് ടു ഫ്ലോവ്ഡ് മോഡൽ ആൻഡ് ഡിസിഷൻ. അക്യുറേറ്റ് അല്ലാത്ത, ഇൻകംപ്ലീറ്റ് ഇല്ലാത്ത ഡാറ്റ ആണെങ്കിൽ അതിനെ പറ്റും ആ ഡിസിഷനും ആ മോഡലിനും അതിനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, ചില കേസിൽ ചില ലോജിസ്റ്റിക്സ് മോഡലിൽ ഹൈ ഇംപ്ലിമെന്റേഷൻ കോസ്റ്റ് ഉണ്ടാവും. ഡെവലപ്പിംഗ് ആൻഡ് ഇന്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ് മോഡൽ ക്യാൻ കോസ്റ്റ്ലി, എസ്പെഷ്യലി ഫോർ സ്മോൾ ബിസിനസ്. ചെറിയ ബിസിനസ്സുകാർക്ക് ഇതിന്റെ മോഡൽ എന്താണ്, വലിയ ഹൈ കോസ്റ്റ് ആയിരിക്കും. കോംപ്ലക്സിറ്റി ഇൻ റിയൽ വേൾഡ് സിസ്റ്റം. മോഡലിംഗ് റിയൽ ലൈഫ് ലോജിസ്റ്റിക്സ് സിസ്റ്റം അക്യുറേറ്റ്ലി ക്യാൻ ബി ടെക്നിക്കലി ചാലഞ്ചിങ്. വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ട് ടെക്നിക്കലി ചാലഞ്ചിങ് ആയിരിക്കും. ഓക്കെ, പറഞ്ഞാൽ അതിന് സിസ്റ്റവും അതിന്റെ സോഫ്റ്റ്വെയർ മേക്കിങ്ങും അതൊക്കെ കുറേ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. ചേഞ്ചിങ് വേരിയബിൾ, മാർക്കറ്റ് കണ്ടീഷൻ, കസ്റ്റമർ ഡിമാൻഡ് ആൻഡ് ഫ്യൂൽ പ്രൈസ് ക്യാൻ ഫ്ലക്ച്വേറ്റ് അഫക്ട് മോഡൽ റിലയബിലിറ്റി. നമ്മളൊരു മോഡൽ സെലക്ട് ചെയ്തു, ആ മോഡലായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം. മാർക്കറ്റ് കണ്ടീഷനിൽ മാറ്റം വന്നു, കസ്റ്റമറുടെ ഡിമാൻഡിൽ മാറ്റം വന്നു, ഫ്യൂൽ പ്രൈസിൽ മാറ്റം വന്നു. അതെന്ത് ചെയ്യും, നമ്മുടെ മോഡലിന്റെ റിലയബിലിറ്റിനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുക, അതിനെ അഫക്ട് ചെയ്യും. ഇന്റഗ്രേഷൻ വിത്ത് എക്സിസ്റ്റിംഗ് സിസ്റ്റം, ഡിഫിക്കൽട്ടി ഇൻ അലൈൻ ന്യൂ മോഡൽ വിത്ത് എക്സിസ്റ്റിംഗ് ERP ലോജിസ്റ്റിക്സ് സോഫ്റ്റ്വെയർ. പുതിയൊരു മോഡൽ എന്ത് ചെയ്യാൻ പറ്റും, നിലനിൽക്കുന്ന അവിടുത്തെ ERP അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് സോഫ്റ്റ്വെയറിനെ അത് അതിലേക്ക് എക്സിസ്റ്റിംഗിലേക്ക് കൊണ്ടുപോകൽ ബുദ്ധിമുട്ടാണ്. സ്കിൽഡ് വർക്ക് ഫോഴ്സ് റിക്വയർമെന്റ്, റിക്വയർ പ്രൊഫഷണൽ സ്കിൽഡ് ഇൻ ലോജിസ്റ്റിക്സ് ഡാറ്റ അനാലിസിസ് ആൻഡ് മോഡലിംഗ് ടൂൾസ്. സ്കിൽഡ് ആയിട്ടുള്ള ലോജിസ്റ്റിക്സ് ഡാറ്റ അനാലിസിസ് മോഡലിംഗ് ടൂളുകൾ അതറിയുന്ന പ്രൊഫഷൻസിന് വളരെ അത്യാവശ്യമാണ് ഈ സിസ്റ്റത്തിൽ. ഓക്കെ, ഇതോടുകൂടി ഇത് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.